ഇപ്പം ഞാൻ 3 വയസ്സിലെ കൃഷ്ണനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 3 വയസ്സിൽ എങ്ങനെയായിരുന്നു കൃഷ്ണനെ കണ്ടത്? ഞാൻ ശരിക്കും പറഞ്ഞ യുക്തിവാദിയാണ്. ഞാൻ ഇതൊക്കെ ദൈവത്തിൽ വിശ്വാസമില്ല, യുക്തിവാദിയാണ് ബേസിക്കലി. ഞാൻ വൃന്ദാവനവും ഗോപിയന്മാരുമായിട്ട് ഇങ്ങനെ നടക്കുന്നതും ആടിപ്പാടി കളിക്കുന്നതും ഊഞ്ഞാലാടുന്നതും ഒക്കെയാണ് കണ്ടോണ്ടിരുന്നത്. വളരെ വ്യക്തമായിട്ട് കാണും. അത് ഇപ്പോഴൊക്കെയുള്ള ഗോപിയന്മാരുടെ ഡ്രസ്സ് നമ്മൾ ഇതിനകത്തൊക്കെ കാണുമല്ലോ, അതേപോലുള്ള ഡ്രസ്സും ഒക്കെയാണ്. അപ്പം ഞാൻ ആലോചിക്കും ഇതൊക്കെ വെറുതെ തോന്നലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ചേച്ചി പേടിച്ച് ഓടി, അമ്മയെ വിളിക്കാനോ ഓടി, അനിയത്തി ഇങ്ങനെ ശ്വാസം ഇല്ലാതിരിക്കുന്നു പറഞ്ഞു. ഞാനിത് കണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു ജന്മത്തിൽ അതായിരുന്നു. പക്ഷേ ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ വേറൊരു ജന്മത്തെക്കുറിച്ചുകൂടെ തിരിച്ചറിഞ്ഞു. കംപ്ലീറ്റ്ലി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയത് കുറേ ഏജ്ഡ് ആയപ്പോഴാണ്. ചെറുപ്പത്തിലെ ഒത്തിരി അൺഹെൽത്തി ആയിരുന്നു ഞാൻ. അപ്പോൾ ഇത് പ്രചരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമല്ലേ? നമ്മൾ പ്രൊട്ടക്ഷൻ ഇട്ട് ചെയ്യുന്നതന്നെ എപ്പോഴും നല്ലത്. അതെങ്ങനെയാണ് പ്രൊട്ടക്ഷൻ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല മെത്തേഡുകളുണ്ട്. അപ്പം ഞാൻ പല ഹീലിംഗ് പഠിച്ചതുകൊണ്ട് പലതും കമ്പൈൻഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പ്രൊട്ടക്ഷൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 12-ാം തീയതി ഒരു ക്ലാസ് വെച്ചിരുന്നു. അതായത് ഏഞ്ചൽ ഹീലിങ്ങും പിന്നെ ചക്ര ഹീലിങ്ങുമായിട്ട്. അപ്പം ചക്ര ഹീലിംഗ് എന്ന് പറയുന്നത് എൻ്റെ തനതായിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അതാണ് വളരെ ഇഫക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ ഹീൽ ചെയ്ത് ഒറ്റ ഹീലിങ്ങിൽ ഒരുപാട് മിറക്കിൾസ് നിരന്തരം ഇങ്ങനെ വോയിസ് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഗ്രൂപ്പിൽ. അവർക്കുണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള അനുഭവം, മാനസിക രോഗം, പിന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഒരാളിൻ്റെ മൈൻഡ് സെറ്റ് വരെ നമുക്ക് മാറ്റാൻ പറ്റും, മൊത്തത്തിൽ മാറ്റാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരു കുറ്റവാളിയെ നമ്മൾ കുറ്റവാളി സമൂഹത്തിൽ ഒരു കൊലപാതകയും ഒരു പിടിച്ചുപറിക്കാരനെ പോലും നമുക്ക് മാറ്റിയെടുക്കാം. അവരെ നല്ല ഒരു സാത്വികനായ ഒരു വ്യക്തിയെ പോലെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇത്. പറ്റീരാണ്, തട്ടിപ്പാണ്, ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എന്താണ് മാമിന് പറയാനുള്ളത്? അനുഭവം ഗുരു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അനുഭവം ഇല്ലാത്തവർക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ 3 വയസ്സിലെ കൃഷ്ണനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 3 വയസ്സിൽ എങ്ങനെയായിരുന്നു കൃഷ്ണനെ കണ്ടത്? കൃഷ്ണനെ കണ്ടത് ഒരു കൊച്ചു കൃഷ്ണനെയാണ് കണ്ടത്. അതായത് എനിക്ക് 3 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ നിലത്തിരിക്കുകയാണ്. അപ്പം വിളക്ക് ഇത്രയല്ല ഉള്ളൂ, നിലവിളക്ക് അത്രയും പൊക്കേ ഉള്ളൂ. കൊച്ചൊരു കൃഷ്ണനെയാണ് കണ്ടത്. അപ്പോഴും നമുക്ക് ആ ഫ്രണ്ടിൽ അതേ രൂപമാണ് കൃഷ്ണനെ എനിക്ക് തോന്നലായിക്കൂടെ ചിലപ്പോൾ? അതാ തോന്നലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ശരിക്കും അത് ഹാലുസിനേഷൻ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാനൊരു സായിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സത്യസായി ബാബ, ഷിർദി ബാബയിലും എനിക്ക് അടുത്ത കാലത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അത് എനിക്ക് മെറ്റീരിയലിസ്റ്റിക്കായിട്ട് തന്നെ എനിക്ക് അനുഭവം ഉണ്ടായെന്ന് പറയുന്നതിൽ എനിക്ക് മോശമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം പലരും ഈ തലയിൽ ഈ കുട പോലെ മുടിയൊക്കെ ആയിട്ട് പിന്നെ എന്തോ ഒരു മാജിക്ക് കാണിച്ച് അതും ഇതുമൊക്കെ എടുക്കുന്നു, റോളക്സ് വരച്ചെടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപലപിക്കുന്നുണ്ട്. പക്ഷേ എത്രയോ ദൂരം ഇരിക്കുന്നു. ആന്ധ്രാപ്രദേശിലിരിക്കുന്ന സ്വാമി ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ മിറക്കിൾസ് ഉണ്ടാക്കാമെങ്കിൽ അത് ഞാൻ വിശ്വസിക്കാതിരുന്നിട്ട് മിറക്കിൾസ് ഉണ്ടാകുക. ഞാനൊരു 10 വർഷം വേണ്ടി വന്നു. ഞാൻ ശരിക്കും പറഞ്ഞ യുക്തിവാദിയാണ്. ഞാൻ ഇതൊക്കെ കണ്ടെങ്കിൽ വിശ്വാസമില്ല, യുക്തിവാദിയാണ് ബേസിക്കലി. പക്ഷേ ഞാൻ ഈ കൃഷ്ണനെ എന്ന് പറയുന്നത് എനിക്കൊരു കൃഷ്ണഭക്തി ചെറുപ്പത്തിലെ എന്തുകൊണ്ടോ വന്നു. ചിലർക്ക് ഇങ്ങനെ ജനിക്കുമ്പോഴേ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ എൻ്റെ സ്വപ്നങ്ങളിലെല്ലാം ഗോപികമാരും വൃന്ദാവനവും ഞാൻ അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. ഈ 3 വയസ്സിലോ 5 വയസ്സിലോ ഒക്കെ കുട്ടികളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ വൃന്ദാവനവും ഗോപിയന്മാരുമായിട്ട് ഇങ്ങനെ നടക്കുന്നതും ആടിപ്പാടി കളിക്കുന്നതും ഊഞ്ഞാലാടുന്നതും ഒക്കെയാണ് കണ്ടോണ്ടിരുന്നത്. വളരെ വ്യക്തമായിട്ട് കാണും. അത് ഇപ്പോഴൊക്കെയുള്ള ഗോപിയന്മാരുടെ ഡ്രസ്സ് നമ്മൾ ഇതിനകത്തൊക്കെ കാണുമല്ലോ, അതേപോലുള്ള ഡ്രസ്സും ഒക്കെയാണ്. അപ്പം ഞാൻ ആലോചിക്കും ഇതൊക്കെ വെറുതെ തോന്നലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കുറേ നാളുണ്ടായിരുന്നത് സ്വപ്നങ്ങളായിരിക്കും, അത് വെറുതെയുള്ള സ്വപ്നങ്ങളാണ്. പക്ഷേ ആ ടൈമിലാണ് ഈ കൃഷ്ണനെ ഞാൻ വിളക്കിൻ്റെ മുമ്പിൽ കാണുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചത് ഒരു ഹാലുസിനേഷൻ, എൻ്റെ മറവിയിൽ അതങ്ങായി. പക്ഷെ പിന്നീട് ഈ അടുത്ത കാലത്ത് ഞാനൊരു സായി സംഘടനയായിട്ടൊരു കണക്ഷൻ വന്നു. അത് അവിടെ ഒരു ത്രികാലജ്ഞാനിയായിട്ടുള്ള ഒരു സ്വാമി, അദ്ദേഹമാണ് അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോഴേ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എനിക്കൊരു ജപമാല തന്നു, തുളസിമാലയാണ് തന്നത്. തന്നിട്ട് പറഞ്ഞു, നീ കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ത്രികാലജ്ഞാനിയല്ലേ, കൃഷ്ണഭക്ത ആണ്, നിനക്കിതിരിക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പോഴാണ് പറയുന്നത്, നീ 3 വയസ്സിൽ കൃഷ്ണനെ കണ്ടല്ലോ എന്ന് ഇങ്ങോട്ട് പറയായിരുന്നു.
ഞാൻ അതിശയിച്ച് പോയി. അപ്പോൾ എൻ്റെ മോൻ കൂടിയിരിപ്പുണ്ട്, അവർക്കൊക്കെ അറിയാം, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവർക്കറിയാം, എല്ലാവർക്കും ഈ സംഭവം അറിയാം. കാരണം ഞാനിത് പറഞ്ഞിട്ടുണ്ട് ആൾറെഡി. പക്ഷേ അദ്ദേഹം ഇതെങ്ങനെ മനസ്സിലാക്കി? അപ്പോഴാണ് എൻ്റെ മനസ്സിലിത് വ്യക്തമായത്, തോന്നലല്ല എന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത്. അപ്പോൾ കൃഷ്ണൻ്റെ ആ ഒരു കറുത്ത രൂപമാണ് ഞാൻ കാണുന്നത്. മുഖം ഒന്നും ക്ലിയർ അല്ല, ആ രൂപം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്പം നേരം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും ചേച്ചിയും കൂടെ. അപ്പം ഞാനിത് കണ്ടിങ്ങനെ സ്തബ്ധയായിട്ട് ഞാനിങ്ങനെ ശ്വാസമില്ലാതെ ഇങ്ങനെ ഇരുന്നു കുറച്ചു നേരം. അപ്പോൾ എൻ്റെ ചേച്ചി പേടിച്ച് ഓടി, അമ്മയെ വിളിക്കാനോ ഓടി, അനിയത്തി ഇങ്ങനെ ശ്വാസം ഇല്ലാതിരിക്കുന്ന പറഞ്ഞു. ഞാനിത് കണ്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാനത്, എനിക്ക് ഈ അനുഭവം ഇല്ലാതെ വിശ്വസിക്കത്തില്ല, റിയൽ അല്ല എന്നായിരുന്നു എൻ്റെ തോന്നൽ. അപ്പോൾ റേക്കിയിലേക്ക് അപ്പോൾ എങ്ങനെയാണ് അനുഭവം എന്തെങ്കിലും ഉണ്ടായിരുന്നു? റേക്കിയിലെ അനുഭവം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് വന്നത്, ഞാൻ കുറച്ച് ആസ്മാറ്റിക് ആയിരുന്നു, തൈറോയിഡ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാനിത് റേക്കി, എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ, നിഗൂഢ ശാസ്ത്രങ്ങൾ വളരെ താല്പര്യമാണ്. അപ്പോൾ അത് കാരണം ഇത് പഠിച്ചു. അതെൻ്റെ ഹസ്ബൻഡ് അതുപോലൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് എന്നെ പഠിപ്പിക്കാൻ അയച്ചത്. അപ്പോൾ ഞാനത് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് പഠിച്ചിട്ട് ഞാനിതിങ്ങനെ, എനിക്കിങ്ങനെ അസുഖം മാറണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാത്രിയാകുമ്പോഴാണ് ഒരു ചെറിയ ശ്വാസമുട്ടൽ പോലെ വരും, ഒരു 12 മണി കഴിഞ്ഞുള്ള സമയം. ആ സമയത്ത് എനിക്ക് ഈ പ്രകൃതി എന്ന് പറയുന്നത് ഭയങ്കര, എനിക്ക് ഉള്ള എനർജി കിട്ടുന്നത് എനിക്ക് പ്രകൃതിയിൽ നിന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്പേസ് ഇത് തന്നെയാണ് ഈശ്വരൻ, ഇവിടെ നിന്നാണ് കംപ്ലീറ്റ് എനർജി. അപ്പം ഞാൻ അന്ന് മുതലേ എനർജി സ്വീകരിക്കാനാണ് ഞാൻ ഈ വെളിയിലിറങ്ങിയിരിക്കുന്നത്. അതെൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ്. അപ്പം ഞാൻ ഈ ആസ്മ വരുമ്പോൾ എന്നെ ഒറ്റയ്ക്ക് വെളിയിലിറക്കി ഇരുത്തത്തില്ലല്ലോ എൻ്റെ വീട്ടിലുള്ളവർ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇത് വരുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താ, എനിക്ക് വെളിയിലിറങ്ങിയിരിക്കാമല്ലോ, ഓക്സിജൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ വെളിയിലിറങ്ങിയിരിക്കും. നമ്മൾ ഫാൻ്റെ കാറ്റ് കൊണ്ട് പറ്റത്തില്ല ഇത് റെഡിയാവാൻ. അപ്പം എനിക്ക് ഈ പ്രപഞ്ചശക്തിയെ ഞാൻ അങ്ങ് എന്താണ്, അതൊരു ഈശ്വരനായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെടുവാണ്. അത് ചെറുപ്പത്തിലേ ഉള്ളതാണ്. അപ്പോൾ ആ എനർജി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇതങ്ങ് മാറുക. അപ്പോൾ ഈ അസുഖം മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇത് ആഗ്രഹിക്കാതെ മാറിയൊരു അസുഖമാണ്. അപ്പോൾ അതെങ്ങനെയാണ് മാറിയെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചശക്തിയെ ഞാൻ അതിൻ്റെ എനർജി സ്വീകരിക്കുന്ന കൂടാതെ ഞാൻ ഈ റേക്കി മെത്തേഡ് ഉപയോഗിച്ച് ഞാനിങ്ങനെ രാത്രി കിടക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. റേക്കി പഠിക്കാൻ തുടങ്ങിയോ? ആസ്മ ആയിരുന്നപ്പോൾ സമയത്ത്? ഇല്ല, ആ സമയത്തില്ല. ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടാണ് പഠിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുമായിരുന്നു. പക്ഷേ ഈ പ്രകൃതിയായിട്ട് സമ്പർക്കപ്പെടുമ്പോൾ ഇല്ല, ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തനിയെ അങ്ങ് മാറിപ്പോവും. ഇത് എന്തോ ഇതിൻ്റെ ഒരു നമ്മൾ വിളിയെന്ന് പറയത്തില്ല, അതെ, ഈ ഒരു യൂണിവേഴ്സിൻ്റെ വിളിയെന്ന് പറയുമല്ലോ, അതേപോലെ ആയിരിക്കും എനിക്കിത് ഈ അസുഖം വന്നതെന്നും എനിക്ക് തോന്നാറുണ്ട്. അപ്പോഴങ്ങനെയുള്ളതുകൊണ്ട് എനിക്കതൊരു പ്രത്യേക ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ റേക്കി, ഹസ്ബൻഡാണ് പഠിക്കാനൊക്കെ വിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന എപ്പോഴും രാത്രി കിടക്കാൻ നേരത്താണ്. നമുക്കിതൊരു എഫർട്ടേ അല്ല, നമ്മുടെ സമയനഷ്ടമൊന്നുമില്ല. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് ചെയ്താൽ മതി, കിടന്നുകൊണ്ട് കംഫർട്ടബിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഇൻഹേലർ മറന്നു പോകുന്നു, ഇതെവിടെ ഇരിക്കുന്നതെന്നോ. മറ്റേത് ഞാനൊരു ടെൻഷനാണ്, ഇത് കയ്യിൽ വെച്ചില്ലെങ്കിൽ എനിക്ക് വരുമോ എന്നുള്ള ഭയമാണ്. ഇത് അങ്ങനെ പോലും ഓർക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഭയങ്കര തമാശക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ചിലപ്പോൾ അത് ആ അരിപ്പ പോലൊരു സാധനം ഉണ്ട് അതിനകത്ത്, അത് ചിലപ്പോൾ ഉള്ളിൽ ഇയാടെ പൊയ്ക്കാണ്, അവിടെ കിടന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് എന്തോ ആ ഇൻഹെയിലിന് പിന്നെ ആവശ്യം വന്നിട്ടില്ല. അതോടുകൂടി എൻ്റെ അസുഖം മാറുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അസുഖങ്ങളൊക്കെ മാറി. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് അസുഖം വന്നിട്ടുള്ള ആളാണ്, അച്ഛനും അമ്മയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നോർമലായി. അതെല്ലാം നോർമൽ കംപ്ലീറ്റ്ലി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയത് കുറേ ഏജ്ഡ് ആയപ്പോഴാണ്. ചെറുപ്പത്തിലെ ഒത്തിരി അൺഹെൽത്തി ആയിരുന്നു ഞാൻ. അപ്പോൾ ഇത് പ്രചരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ എനിക്ക് ചാനൽ ഇടണമെന്ന് തോന്നി. എൻ്റെ ചാനൽ, അതെ SANTHYKS എന്ന ചാനലിൻ്റെ പേര്, എൻ്റെ പേര് തന്നെയാണ്, എൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ അതും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ തൊട്ട് ചെയ്യുന്നതുകൊണ്ട് മോൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഒത്തിരി കാര്യം ചെയ്തതാണ്, ഇനി അമ്മച്ചി കുറേ റിലാക്സ് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു.
ഇത് യൂട്യൂബിൽ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ മോൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഓച്ചിലെത്തുന്നതിന് 15 മിനിറ്റ് ദൂരത്തിൽ പോയി കാണും. ഞാൻ യൂട്യൂബിൽ ഇത് സ്വന്തമായിട്ട് ചാനൽ അങ്ങ് തുടങ്ങുമായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നില്ല, ഇതെങ്ങനെയാണ് എന്താണെന്നൊന്നും ചോദിക്കാതെ സ്വയം പരീക്ഷിച്ച്. പിന്നെ എഡിറ്റ് ചെയ്യുന്നതും കംപ്ലീറ്റ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇത് വേറെ ആരെങ്കിലും ചെയ്തു തരുന്നതാണോ എന്ന്. ഇതെല്ലാം നമുക്ക് ആരാണ് ഇതിനേക്കുള്ള കഴിവ് തരുന്നത്? ആ പ്രപഞ്ച ശക്തിയാണത്, അല്ലാതെ നമ്മുടെ കഴിവല്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവല്ല. എനിക്ക് ടെക്നിക്കലായിട്ട് വലിയ താല്പര്യമുള്ള ആളല്ല. ആ സൈഡ് യഥാർത്ഥത്തിൽ എൻ്റെ വീക്കാ. പക്ഷെ ഞാനിതൊക്കെ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. അതെ, ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ടൊരു എവിടെയോ നമ്മുടെ ആ ബ്രെയിൻ എക്സ്പാൻഷൻ നടക്കും. ഇതിനിടയിൽ ക്രിയായോഗ പഠിച്ചു. അപ്പോൾ അവിടെയും നമുക്ക് ബ്രെയിൻ എക്സ്പാൻഷനാണ് നമുക്ക് നടക്കുന്നത്. പക്ഷേ ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡയറക്റ്റ് ക്രിയായോഗ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴത് പ്രശ്നമായിരിക്കും. എന്നുവെച്ചാൽ നമ്മളെ ഹീൽ ചെയ്യാതെ, നമ്മൾക്ക് ഈ ഹീലിംഗ് നടക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിൻസിനൊക്കെ പ്രശ്നമുള്ളവരുണ്ടല്ലോ, മെൻ്റലി പ്രശ്നമുള്ളവർ, അവർക്കൊക്കെ ചിലപ്പോൾ ചിത്തഭ്രമം വരെ ബാധിക്കാനിടയുണ്ട്. അങ്ങനെയൊക്കെ ചിത്തഭ്രമം ബാധിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അത് ചെയ്യണമെങ്കിൽ നല്ലൊരു ഗുരുവിനെ കിട്ടുക എന്നുള്ളതിന് ഉപരി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, അത് ഡയറക്റ്റ് പഠിക്കുന്നതിലും നല്ലത് ഹീലിങ്ങിലൂടെ നമ്മളുടെ കംപ്ലീറ്റ് ബ്ലോക്കുകളെല്ലാം മാറ്റിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. മാമിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ക്രിയായോഗ? ക്രിയായോഗ എന്ന് പറയുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ശരനൂൽ ശാസ്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ പിന്നെ ഈ നമ്മുടെ ഇടത് മൂക്കിലൂടെയും വലത് മൂക്കിലൂടെയും നമ്മൾ ശ്വാസം എടുക്കുന്നതാണ് അതിൻ്റെ ഒരു അതെ, പിങ്കളനാടി, ഇടനാടി. ഇടനാടി എന്ന് പറയുമ്പോൾ ചന്ദ്രനാടിയാണ്, വലത് നാടി എന്ന് പറയുന്ന പിങ്കളനാടി. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് സുഷുമ്നായിൽ കൂടെ നമ്മുടെ കുണ്ടലിനി ശക്തി മേൽപോട്ട് ഉയർന്ന് നമ്മുടെ ചക്രങ്ങളിലാണ് ഈ ബ്ലോക്കുകളൊക്കെ. അപ്പോൾ നമുക്ക് പല രീതിയിൽ കുണ്ടലിനി ശക്തി ഉയർത്താം. ക്രിയായോഗ തന്നെ പഠിക്കണമെന്നില്ല. ഇപ്പോൾ റേക്കിയിൽ പഠിക്കുന്നവരുടെ എല്ലാം ചക്രങ്ങൾ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഇപ്പം നമുക്ക് ഈശ്വരനിലേക്കുള്ള വഴി പലതാണല്ലോ. ഇപ്പം ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, അല്ലെങ്കിൽ ഇപ്പം ബുദ്ധമതത്തിൽ ഉള്ള ആൾക്കാരെല്ലാം, ഹിന്ദുക്കൾ എല്ലാം അവരവരുടേതായ മാർഗമല്ലേ അവലംബിക്കുന്നത്. അപ്പം നമ്മൾ എറണാകുളത്ത് വരണമെങ്കിൽ നമ്മൾ പല വഴി കൂടെ നമ്മൾ വരും എന്ന് പറയുന്നത് പോലെ നമുക്ക് ആധ്യാത്മിക സാധനങ്ങൾ ഏതും നമുക്ക് ചെയ്തിട്ട് ഇതിലൂടെ വരാം. അല്ല, ഈവൻ ഒരു സ്വാധ്യായം ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു എനർജി വൈബ്രേഷൻ ഉണ്ടാവും. നമ്മുടെ ആ കുണ്ടലിനി ശക്തി മേൽപോട്ട് ഉയരാൻ തുടങ്ങും. നമ്മളൊരു സത്സംഗം കേട്ടാൽ മതി, യൂട്യൂബ് ചാനലിൽ കൂടെ ഒരു സ്പിരിച്വൽ ടോക്ക് കേട്ടാൽ മതി, നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ ഉയരും. അപ്പോൾ നമ്മുടെ ഒരു വാസനയാണത് മനുഷ്യൻ്റെ. യൂട്യൂബിലൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹീലാവും, കുറേ അധികം ഹീലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിരുന്നിട്ട് ഒരു യൂട്യൂബറല്ല, ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ട്, എൻ്റെ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ പ്രത്യേകം ഇട്ടു. അദ്ദേഹത്തിന് ഈ ഇതുണ്ടല്ലോ, ഈ ദുരാത്മാക്കളുടെ ഉപദ്രവം ഉണ്ടായിരുന്നെന്ന്. എൻ്റെ ആ സൗണ്ടിലെ വൈബ്രേഷൻ കൊണ്ട് നമുക്ക് ഈ സൗണ്ടിനകത്ത് വൈബ്രേഷൻ വരും. അപ്പം ആ സൗണ്ടിലൂടെ എനർജി പാസ് ചെയ്യാം. ഞാൻ ഇപ്പം തന്നെ പോസിറ്റീവ് എനർജി ഇല്ലാത്ത ഒരാളിൻ്റെ അടുത്ത്, നെഗറ്റീവ് എനർജി കൂടുതലായിട്ടുള്ള ഒരാളിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കത്തേ ഇല്ല. എനിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിക്കും. എനിക്ക് ഉടനെ കിടക്ക എന്തേന്ന് ഞാൻ നോക്കേണ്ടി വരും. അതുപോലെ ക്ഷീണിച്ചിട്ട് ഞാൻ കിടന്ന് പോവും. അത് സംസാരം എന്ന് പറയുന്നത് എനർജിയാണത്. ഞാൻ ഈ സ്കൂളിൽ അധ്യാപകമായിരിക്കുമ്പോൾ തന്നെ 5 ദിവസത്തെ ഇത് കഴിയുമ്പോൾ നമ്മൾ ടയേർഡാവും. കാരണം നമ്മുടെ എനർജിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നെഗറ്റീവ് ഊർജ്ജങ്ങളുള്ളവരുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിലാണ് ഞാൻ കൂടുതലും ഇരിക്കുന്നത്. ടീച്ചേഴ്സ് റൂമിൽ പോലും പോകാറില്ലായിരുന്നു. അപ്പോൾ അവർക്ക് പോസിറ്റീവ് വൈബല്ലേ. അപ്പം നമ്മൾ ഈ സമൂഹത്തിൽ പല രീതിയിലുള്ള വൈബുള്ളവരുണ്ട്. പിന്നെ പല ദുഃഖങ്ങളുള്ളവരുടെയും എനർജി നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. അവർ ദുഃഖിക്കുമ്പം നമ്മൾ അതാണല്ലോ ഈ പുല വാലയമകളൊക്കെ നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ നെഗറ്റീവ് എനർജി വരുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. നമ്മൾ അവരുടെ ദുഃഖമാണ് അവിടെ പുലയായിട്ട് മാറുന്നത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഇതെല്ലാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ആ മരണത്തിൻ്റെ ആ ദുഃഖമാണ് നമ്മൾ പുലയായിട്ട് ആചരിക്കുന്നത്. അതെ 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 അതെ. അത് പുല എന്തുകൊണ്ടാണ് വരുന്നത്? ആ ദുഃഖത്തിൻ്റെ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഭക്ഷണം, നമ്മളൊരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ
അവിടെ പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി അത് ചെയ്തില്ലെങ്കിൽ ആ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വിഷാംശമായി തീരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത് അധികം പ്രൊമോട്ട് ചെയ്യാത്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന വീടുകളിൽ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിലതുണ്ടാവും. അതുകൊണ്ടാണ് പലരും പിന്നെ അമ്പലത്തിൽ പോകുന്നത്. വേണ്ട, ഇതിനെല്ലാം ഒരു ശാസ്ത്രീയതയുണ്ട്. നമ്മളല്ലാതെ ഇതൊന്നും അന്ധവിശ്വാസമല്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയാണ്. ഇതിനകത്ത് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഞാനിതെല്ലാം ഒരു നിഗമനത്തിലെത്തിയതാണ്. കാരണം നമുക്ക് ആ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മളുടെയും ആ ഒരു നെഗറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് വരും. ഒത്തിരി ദുഃഖിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ പോയി ഭക്ഷണം പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ആ നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മളൊരു അമ്പലത്തിൽ പോകരുതെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അവിടുന്ന് കിട്ടിയ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചിലർ ചെന്നാൽ സഞ്ചയനം കഴിയാതെ അവരുടെ ദുഃഖമൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു കഴിയുമ്പം ഭക്ഷണം കഴിക്കാണ്ട് കുഴപ്പമില്ല. ആ ടൈമിൽ ഭക്ഷണം കഴിക്കാറില്ല. അതിൻ്റെ എല്ലാം ശാസ്ത്രീയത ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവരുടെ ആത്മാവിൻ്റെ ബന്ധവും പറയുന്നുണ്ട് ഗുരുക്കന്മാരും. അതായത് ഈ പുനർജന്മം അങ്ങനെയുള്ള ജന്മങ്ങൾ മാം വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു ജന്മത്തിൽ ഞാൻ ഗോപികയായിരുന്നു എന്നാണ് ആ ഒരു സ്വാമി പറഞ്ഞത്. അതായത് എനിക്ക് ഈ ജപമാല തന്നത്. അപ്പോൾ കൃഷ്ണന്റെ ഗോപികയായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ കൃഷ്ണഭക്തി വന്നതും ഈ കൃഷ്ണനെ കണ്ടതും ഞാൻ എപ്പോഴും വൃന്ദാവനവും അങ്ങനെയൊക്കെ കാണുന്നത്. എൻ്റെ കൃഷ്ണാനുഭവം എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഒരു ജന്മത്തിൽ അതായിരുന്നു. പക്ഷേ ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ വേറൊരു ജന്മത്തെക്കുറിച്ചുകൂടെ തിരിച്ചറിഞ്ഞു. അതായത് ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ഒരു ബോധിസത്വന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. 1000-1 ഉണ്ടാവുള്ളൂ എന്ന് പറയും. അവർ വേറിട്ട ചിന്താഗതിയായിരിക്കും. അവർക്ക് ഈ സമൂഹവുമായിട്ട് അധികം ബന്ധപ്പെടാൻ പറ്റാത്ത വരുന്നതാണ്. അതായത് അവരുടെ വൈബിലുള്ളവർ കുറവായിരിക്കും. അപ്പോൾ സമൂഹത്തിൻ്റെ